ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീരീസുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെ സീരീസ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത് ഒരു പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തായിരുന്നു? നമ്മൾ ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നാൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റു സീരീസിൻ്റെ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ZXTR, ഇതിനിടയ്ക്ക് ഓരോരോ ഡാഷ് ഇട്ടിട്ടുണ്ട്. ഈ ഡാഷ് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ വെറൈറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിനകത്ത് ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ലെറ്റേഴ്സ്, അതായത് ZXTRNLJFD ഇങ്ങനെയുള്ളതിലൊന്നും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഈ ടേബിൾ നമുക്ക് ഉപയോഗിക്കാം. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം. അപ്പോൾ ആദ്യമുള്ളത് Z ആണ്, അത് കഴിഞ്ഞ് X ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ റിലേഷൻ നോക്കുമ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് V വരണം, അത് കഴിഞ്ഞ് T വരണം. അപ്പോൾ ഈ ആദ്യത്തെ ഡാഷിൽ നമുക്ക് എന്ത് കിട്ടി? V കിട്ടിയെങ്കിൽ ഈ ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. അടുത്തത് TR ആയിരുന്നു, T കഴിഞ്ഞു R എടുത്തു. R കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡാഷ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? അവിടെ P ആണ് വരേണ്ടത്. കണ്ടേ, ആ ഓർഡറിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, P ആണ് കിടക്കുന്നത്. അപ്പോൾ VP ആയി. VP കഴിഞ്ഞാൽ അടുത്ത് അവരെടുത്തിരിക്കുന്നത് N ആണ്. N കഴിഞ്ഞിട്ട് അവർ L എടുത്തിരിക്കുന്നു. L എടുത്തിട്ട് J എടുത്തിരിക്കുന്നു. J കഴിഞ്ഞാൽ അടുത്ത് എന്ത് പറയണം? H ആണ്. കേട്ടോ, VP H കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരെന്തെടുത്തിരിക്കുന്നു? F എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് D എടുത്തിരിക്കുന്നു. അടുത്ത് എന്ത് വരണം? B ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇടയ്ക്കിടയ്ക്ക് ഡാഷ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ആൽഫബറ്റ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നോക്കുക, ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാൽ ആൽഫബറ്റ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് 2-3 ഡാഷുകളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പഴയ ടേബിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം BE ആണല്ലേ. അപ്പോൾ നമുക്ക് BE നോക്കാം. B എവിടെ? B ഉണ്ട്, E ഉണ്ട്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് BE കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡാഷ് ആണല്ലേ, ഒരു ഡാഷ് ഉണ്ട്. അപ്പോൾ BE ഒരു ഡാഷ്, ദെൻ K കഴിഞ്ഞൊരു ഡാഷ് അല്ലേ, K കഴിഞ്ഞൊരു ഡാഷ്, അത് കഴിഞ്ഞ് Q. ഓക്കെ, Q ആണ്. അങ്ങനെയാണ് പോകുന്നത് അല്ലേ. ശരി, ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? BEK. അപ്പോൾ BE ഉണ്ട്, അത് കഴിഞ്ഞ് K ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. 2 ലെറ്റർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് H ആണെന്ന് വിചാരിച്ചാലോ? H ആയിരിക്കും അല്ലേ. H ആകുമ്പോൾ അടുത്ത്, അപ്പോൾ ഇവിടെ ആദ്യത്തിൽ എന്ത് വന്നിരിക്കുന്നു? H വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡാഷിൽ H ആവാൻ സാധ്യതയുണ്ട്. H ആണെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അത് കഴിഞ്ഞ് K കഴിഞ്ഞുള്ളത് നമുക്ക് നോക്കാം. K കഴിഞ്ഞുള്ളതും കൂടെ, K കഴിഞ്ഞിട്ട് എത്രയാണ്? 2 ലെറ്റർ ക്യാൻസൽ ചെയ്തതിനു ശേഷം എന്താ വരേണ്ടത്? N ആണ് വരേണ്ടത്. N. അപ്പോൾ K കഴിഞ്ഞിട്ട് നമുക്ക് N ആയിരിക്കും. N ആണ്. അപ്പോൾ ഇവിടെ H വന്നു, ഇവിടെ N വന്നു. അപ്പോൾ നമുക്ക് നോക്കാം, H-ഉം N-ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഈ 2 ഓപ്ഷനിലും H-ഉം N-ഉം ഉണ്ടല്ലേ. പിന്നെ വീണ്ടും അവർ K കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് Q ആണ്. K കഴിഞ്ഞിട്ട് അവർ Q ആണ് ഇട്ടിരിക്കുന്നത്. K കഴിഞ്ഞ് Q. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും BBE. അപ്പോൾ ഇതിനിടയിൽ എന്തോ ഒരു ലെറ്റർ ആണ്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് BBE ഡാഷ് EHH ആണ് പോയിരിക്കുന്നത്. അപ്പോൾ 2 B അവരെടുത്തു. നോക്കണം, 2 B എടുത്തു. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? BE, അത് കഴിഞ്ഞ് H, അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് K ആണ്. K കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? K കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് നമുക്ക് വീണ്ടും K കഴിയുമ്പോൾ എന്താ കിട്ടിയിരിക്കണേ? K കഴിഞ്ഞ് N ആണ്, N കഴിഞ്ഞ് നമുക്ക് Q ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിനൊരു കുത്തും ഒരു കോമയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത് എന്തുവാ തന്നേക്കണേ? BB, 2 B ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 E വരണ്ടേ? 2 E വരണം. അത് കഴിഞ്ഞ് 2 H വരണം. അത് കഴിഞ്ഞ് 2 K വരണം. അതിനുശേഷം 2 N വരണം. അതിനുശേഷം 2 Q വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മളെ ഡാഷ് വന്നിരിക്കുന്നത്?
ഡാഷ് വന്നിരിക്കുന്നത് BE, എച്ചിൻ്റെ അവിടെ ഒരു ഡാഷ് ഉണ്ട്, അത് കഴിഞ്ഞ് എന്നിൻ്റെ അവിടെ ഒരു ഡാഷ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എച്ചും കിട്ടി, രണ്ടാമത്തെ എന്നും കിട്ടി. ഇനി ഇവിടെ എന്താണ് 2B കഴിഞ്ഞൊരു ഡാഷ് ഉണ്ട്, അപ്പോൾ അടുത്തത് E ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് 2H കഴിഞ്ഞൊരു ഡാഷ് ഉണ്ട്, അപ്പോൾ എന്താണ് അത് K ആണ്. അപ്പോൾ HNEK ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് കിട്ടും. കണ്ടോ, ഇതിനെ ആദ്യം ഒരു തവണ എഴുതിയിട്ട് വീണ്ടും എല്ലാത്തിനെയും എന്താണ് 2 ടൈംസ് എഴുതിയിരിക്കുന്നതാണ് സീരീസ്. എന്നാൽ ഇതാണ് ഒരു വെറൈറ്റി ഓഫ് സീരീസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ആൽഫബറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് STT തന്നെയാണ്, വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ 1 2 3 4 5 6 7 8 9 11 12 13 ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 മൊത്തം 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഒന്നുകിൽ 4 4 വെച്ച് അല്ലെങ്കിൽ 3 3 വെച്ച് സെറ്റാക്കാം. 3 3 വെച്ചാണ് നമ്മൾ സെറ്റാക്കുന്നതെങ്കിൽ ഇത് നോക്കാം. 1 2 3 നമുക്ക് 4 വെച്ച് സെറ്റാക്കി നോക്കാം. 1 2 3 4 ആദ്യത്തെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് ഡാഷ് STT 1 2 3 4 എന്നിട്ടു, വീണ്ടും നമ്മളൊരു സ്ലാഷ് ഇടുന്നു. വീണ്ടും അടുത്തത് ഡാഷ് ആണ്, നമുക്ക് അടുത്ത് കഴിഞ്ഞ് T വന്നിരിക്കുന്നു, അത് കഴിഞ്ഞൊരു ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും അത് കണക്കിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. 1 2 3 4 അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന പ്ലേസിലും ഇവിടെ വന്നിരിക്കുന്ന പ്ലേസിലും നോക്കിക്കേ, ഇത് രണ്ടും എന്താണ് ഡിഫറൻ്റ് ആണ്. 2 ഇവിടെ എസ്. അപ്പം എന്താണ് 4 4 ടൈപ്പ് അല്ല, 4 ടൈപ്പിലല്ല. അപ്പം നമുക്കിതിനെ 3 ടൈപ്പ് ആക്കി നോക്കാം. 3 ടൈപ്പ് ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ആദ്യം ഒരു ഡാഷ് ഉണ്ട്, അത് കഴിഞ്ഞ് ST. അപ്പം ഞാൻ ആദ്യത്തെ 3 എണ്ണത്തിന് ഞാൻ എന്ത് എഴുതു? 1 2 3 എന്ന് എഴുതി. ഓക്കെ, വീണ്ടും അടുത്തത് നോക്കണം. അടുത്ത 3 എണ്ണം കഴിഞ്ഞു. അടുത്തത് T ആണ്. T കഴിഞ്ഞ് ഡാഷ് ആണ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു T ആണ്. അപ്പോൾ അത് 3 എണ്ണത്തിന് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും 1 2 3 എന്ന് എഴുതിപ്പിച്ചു. വീണ്ടും അടുത്ത് നോക്കണം. വീണ്ടും അടുത്ത Tയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. T ഒരു ഡാഷ് ആണ്, അത് കഴിഞ്ഞ് വീണ്ടും T ആണ്. അപ്പോൾ അത് വീണ്ടും 1 2 3 3 എണ്ണം വെച്ചുള്ളത് സെറ്റ് ചെയ്യുന്നു. അടുത്തത് വീണ്ടും TS ഡാഷ് 1 2 3. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു വ്യക്തമായ പാറ്റേൺ. നോക്ക്, ഇവിടെ 3 T ആണ്, ഇവിടെ 3 T ആണ്, ഇവിടെ 3 T ആണ്, ഇവിടെ 1 T. അപ്പോൾ ആ ഒരു 3 ടൈപ്പിലുള്ള സാധനമാണ് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ ആര് വരണം? T വരണം. രണ്ടാമത്തെ പൊസിഷനിൽ ആരാണ്? S ആണ്. അപ്പോൾ ഇവിടെയും S ആണ്, അപ്പോൾ ഇവിടെയും T ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരണം? TSST. TSST എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള മെത്തേഡ്? നമ്മൾ എന്ത് മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്? ആദ്യം നമ്മൾ ടോട്ടൽ എണ്ണി നോക്കി. ടോട്ടൽ എണ്ണി നോക്കിയപ്പോൾ എന്ത് കിട്ടി? 12 കിട്ടി. അപ്പോൾ അത് ഒന്നുകിൽ അത് 3ൻ്റെ സെറ്റാവും, ഇല്ലെങ്കിൽ അത് 4ൻ്റെ സെറ്റായിരിക്കും, ഇല്ലെങ്കിൽ അത് 6ൻ്റെ സെറ്റായിരിക്കും. നമുക്ക് ഏതെങ്കിലും 6ൻ്റെ 2 സെറ്റായിരിക്കും, ഇല്ലെങ്കിൽ 3ൻ്റെ 4 സെറ്റായിരിക്കും, ഇല്ലെങ്കിൽ 4ൻ്റെ 3 സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ 3ൻ്റെ സെറ്റാണോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് 3 വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക. STT അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. 3 എണ്ണം വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്പർ ഇട്ട് കൊടുക്കണം. 1 2 3 1 2 3 1 2 3 1 2 3. എന്നിട്ട് നമ്മൾ നമ്പേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം നോക്കണം. ഇവിടെ 3യുടെ പൊസിഷനിൽ T ആണ്, ഇവിടുത്തെ 3യുടെ പൊസിഷനിൽ T ആണ്, ഇവിടുത്തെ 3യുടെ പൊസിഷനിലും T ആണ്. അപ്പോൾ ഇത് 3 ടൈപ്പിലുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്പർ 1 പൊസിഷനിൽ എവിടെയെങ്കിലും ഒന്ന് സ്ഥലത്ത് കാണും. ഇവിടെ 1 T ആണ്, 1 T ആണ്. സോ 1ൻ്റെ പ്ലേസിൽ എന്ത് വരണം? T വരണം. 1ൻ്റെ പ്ലേസിൽ T. അപ്പോൾ S 2ൻ്റെ പ്ലേസിലാണ് കിടക്കുന്നത്. സോ എല്ലാ 2ൻ്റെ പ്ലേസിലും ആര് വരണം? S വരണം. കണ്ടോ, അങ്ങനെയാണ് നമുക്ക് 3ൻ്റെ പ്ലേസിൽ T വന്നു, 2ൻ്റെ പ്ലേസിൽ S വന്നു. അങ്ങനെയാണ് TSST എന്ന് പറയുന്ന ഓപ്ഷൻ A ആയിട്ട് കിട്ടിയത്. ഓക്കെ, നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയും വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് ACG ഉണ്ട്, AE ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മൊത്തം എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും A ഉണ്ട്, C ഉണ്ട്, G ഉണ്ട്, E ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 എണ്ണത്തിൻ്റെ സെറ്റ് ആവാനാണ് സാധ്യത. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 4 4 ലെറ്ററിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. എയും സിയും ഇയും ജിയും ഉണ്ട്. അപ്പോൾ 4ൻ്റെ സെറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 4ൻ്റെ സെറ്റാക്കി മാറ്റുന്നു. ഇതിനെ 4 എണ്ണം വെച്ച് കേട്ടോ, 4 എണ്ണം വെച്ചുള്ള സെറ്റാക്കി മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നമ്പർ കൊടുക്കുന്നു. 1 2 3 4
1 2 3 4 1 2 3 4. അപ്പോൾ ഇനി നമ്മൾ നോക്കാം. ഒന്നിൻ്റെ പ്ലേസിൽ എ തന്നെയാണ്. ഒന്നിൻ്റെ പ്ലേസിൽ ഇവിടെ എ, ഇവിടെ ഒന്നിൻ്റെ പ്ലേസിൽ എ. സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്നിൻ്റെ പ്ലേസിൽ എന്ത് വരണം? എ വരണം. ഇനി നോക്കിയേ, ജിയുടെ പ്ലേസിൽ 4 ആണ്, ഇവിടെ ജിയുടെ പ്ലേസിൽ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ ജിയുടെ പ്ലേസിലും എന്തായിരിക്കണം? 4. ജി അതായത് 4ൻ്റെ പ്ലേസിൽ ജി ആണ്. അപ്പോൾ അവിടെ എന്ത് വരണം? ജി വരണം. 2 എണ്ണം കിട്ടി. ഇനി നോക്കേണ്ടത് മൂന്നാമത്തെ കിട്ടണം. 3 എവിടെയെങ്കിലും ഉണ്ടോ? അതാ ഇവിടെ ഉണ്ട്, സി ആണ് ഇവിടെ. ഓക്കെ, സി. അപ്പോൾ മൂന്നാമത്തത് കിട്ടി. 2 എന്താണ്? മൂന്നാമത്തത് ഇ ആണ് കേട്ടോ. മൂന്നാമത്തത് ഇ ആണ്. രണ്ടാമത്തതാണ് എന്ത്? സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തുമായിരിക്കും? ഈ ഓർഡറിൽ തന്നെ എഴുതി നോക്കാം. ഇ സി എ ജി. ഇ സി എ ജി ഉണ്ടോ നോക്കി. ഇ സി എ ജി ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും നമുക്കൊന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ തന്നെ എത്ര ലെറ്റർ ഉണ്ട്? എ, സി ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് 4 എണ്ണം വെച്ചാണോ 5 എണ്ണം വെച്ചാണോ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 17 18 19. 19 വരാൻ സാധ്യതയില്ലല്ലോ. വീണ്ടും ഒന്നുകൂടെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 18 എണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ 6 എണ്ണം വെച്ചാവാം, ഒന്നുകിൽ 6 എണ്ണം വെച്ചാവാം, ഇല്ലെങ്കിൽ 9 വെച്ചാവാം. അതല്ല എങ്കിൽ എന്തായിരിക്കാം? 3 എണ്ണം വെച്ചും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 6 എണ്ണം വെച്ചാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 6 എണ്ണം വെച്ച്. അപ്പോൾ 1 2 3 4 5 6 7 8. 6 എണ്ണം വെച്ച് നോക്കാം. 1 2 3 4 5 6. 6ന് ഞാൻ മാർക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. 6ന് മാർക്ക് ചെയ്തു. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി അടുത്ത എല്ലാ നമ്പർ ഇടാൻ പോകുന്നു. 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3 4 5 6. അപ്പോൾ നോക്കുക, എല്ലാത്തിൻ്റെയും 6ൻ്റെ പ്ലേസിൽ ബി ആണല്ലേ? ബി ആണ്. 6ൻ്റെ പ്ലേസിൽ ബി ആണ്. അപ്പോൾ എന്താണ്? ഇങ്ങനെ തന്നെയാണ് സീരീസ് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് മൂന്നാമത്തെ പ്ലേസ് നമുക്ക് നോക്കാം. 1 2 3. ഇവിടുത്തെ 3 അല്ലേ വേണ്ടത്? 3 പ്ലേസിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? എ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും? എ ആയിരിക്കും. 3ൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ എന്ത് കൊടുത്തു? എ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 2ൻ്റെ പ്ലേസിലാണ്. 2ൻ്റെ പ്ലേസിൽ ആരാ കിടക്കണേ? സി ആണ്. 2ൻ്റെ പ്ലേസിൽ സി കിടക്കണം. അപ്പോൾ അവിടെയും എന്താണ്? 2ൻ്റെ പ്ലേസിൽ സി ആണ്. സി നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി അടുത്ത എന്തുവാ? നമുക്കിവിടെ ഉള്ളത് 5ാമത്തെ പ്ലേസിൽ കിടക്കുന്ന 5ാമത്തെ പ്ലേസിൽ എന്തുവാണ്? സി ആണ്. 5ാമത്തെ പ്ലേസിലും സി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരണം? എ സി അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? എ സി ഉണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്പർ ഇടുന്നതിലാണ് കാര്യം. സ്പ്ലിറ്റ് ചെയ്യുന്നു, നമ്പർ ഇടുന്നതിലാണ് കാര്യം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇത് എത്രയായിരിക്കും? നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. 16 എണ്ണം ആകുമ്പോഴത്തേക്ക് മിക്കവാറും അത് 4ൻ്റെ 4 ആയിരിക്കും. 4 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? 4 വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇത് 4 1 2 3 4 വെച്ച് സെപ്പറേറ്റ് ചെയ്തു. എച്ച് ആണ്. ഏത്? 1 2 3 4 വെച്ച് വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. 1 2 3 4 സെറ്റായി. അപ്പോൾ 4 വെച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4. 1 2 3 4. 4ൻ്റെ സ്ഥാനത്ത് എച്ച്, 4ൻ്റെ സ്ഥാനത്ത് എച്ച്, 3ൻ്റെ സ്ഥാനത്ത് ജെ. സെറ്റാണ്. വീണ്ടും 1 2 3 4. 1 2 3 4. ഓക്കെ, എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 4 എല്ലാം എച്ച് ആണ് അല്ലേ? സോ 1ൻ്റെ സ്ഥാനത്ത് വരേണ്ടത് ആരാണ്? അപ്പോൾ 2 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ഡാഷ്. 2 എവിടെയെങ്കിലും കിടപ്പുണ്ടോ? 2 ഇതാ ഇവിടെ ഐ എന്ന് കിടക്കുന്നു, ഇവിടെയും ഐ എന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്ക് 2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഐ എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2ൻ്റെ സ്ഥാനത്ത് ഐ. ഇനി നമുക്ക് 1ാമത്തെ പ്ലേസ് ആണ് വേണ്ടത്. എല്ലാ സ്ഥലത്തും 1ാമത്തെ പ്ലേസ് ആരാണ്? എച്ച് ആണ്. അപ്പോൾ അതും കിട്ടി. ഇനി 3ാമത്തെ പ്ലേസിലുള്ളതാണ്. 3ാമത്തെ പ്ലേസിൽ നോക്കി, ഇവിടുത്തെ 3 ജെ ആണ്, ഇവിടുത്തെ 3 ജെ ആണ്. അപ്പോൾ ഇവിടെയും 3 ജെ ആണ്. അപ്പോൾ സോ ജെ ആയിരിക്കും 3ാമത്തെ പ്ലേസിൽ വരുന്നത്. അപ്പോൾ കിട്ടിയില്ലേ? ആൻസർ എന്തുവാ? ഐ എച്ച് ജെ ഐ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ? അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഈ വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം വീണ്ടും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 ആണ്. 4ൻ്റെ 4ൻ്റെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ തന്നെ എണ്ണി നോക്കാം. ഇസഡ് വൈ എക്സ് ഡബ്ല്യു. സ്വാഭാവികമായിട്ട് 4 എണ്ണത്തിൻ്റെ ആയിരിക്കാം. അപ്പോൾ 4 എന്ത് ചെയ്യുന്നു? 4 എണ്ണം വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് 4. വീണ്ടും 1 2 3 4. അപ്പോൾ 4 എണ്ണം വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പറ്റൂലല്ലോ.
ഇവിടെ 1 ആണ് Z, ഇവിടെ അടുത്തത് Y ആണ്, അടുത്ത X ആണ്. വീണ്ടും ഇപ്പോൾ 4 വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, 4 വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് മൊത്തം 16 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 വെച്ച് കിട്ടാൻ സ്ഥിതിക്ക് നമുക്ക് 8 വെച്ച് നോക്കാം. 8 വെച്ച് നോക്കളയാം. 4 വെച്ച് കിട്ടാൻ സ്ഥിതിക്ക് 8 വെച്ച് നോക്കാം. 1 2 3 4 5 6 7 8 8 വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നോക്കാം. ഒരേപോലുള്ള നമ്പേഴ്സ് മാത്രം നോക്കാം. 1 1 Z തന്നെയാണ്, 2 ഇല്ല, 3x 3x ഓക്കെയാണ്, 5W 5W ഓക്കെയാണ്, 6 നമുക്ക് X ആണ്, നമുക്ക് 7Y ആണ്. അപ്പോൾ സെയിം ആണ്. 8 ടൈപ്പിലാണ് ഇത് പോയിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ എന്ത് ടൈപ്പിലാണ് പോയിരിക്കുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നാലാമത്തെ പൊസിഷൻ ആരാണ് വരേണ്ടത്? W ആണ്, ഇട്ടു. 6ാമത്തെ പൊസിഷനിൽ ആരാണ് വരേണ്ടത്? X ആണ് വരേണ്ടത്. 2ാമത്തെ പൊസിഷനിൽ ആരാണ് വരേണ്ടത്? 2ാമത്തെ പൊസിഷനിൽ Y ആണ് വരേണ്ടത്. 8ാമത്തെ പൊസിഷനിൽ വരേണ്ടത് Z ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം WXYZ. WXYZ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആൻസർ ചെയ്ത് പോകേണ്ടത്. സെറ്റാണോ നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് A ഡാഷ് നോക്കാം, ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 ഉണ്ടോ അല്ലേ? 12 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 4 വെച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. 4 വെച്ച് കേട്ടോ. 4 ഇവിടെ 4. ഇനി ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 ഓക്കെ. ഇത് നോക്കി, നമ്മൾ 1ന്റെ പ്ലേസ് എല്ലാം 1 ഇവിടെ എയും ഇവിടെ എയും ആണ്, സെറ്റാണ്. 4ന്റെ പ്ലേസ് ഇവിടെ എയും ഇവിടെ എയും ആണ്, സെറ്റാണ്. 3ന്റെ പ്ലേസ് എല്ലാ സ്ഥലത്തും ബി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആൻസർ എഴുതി നോക്കാം. 2ന്റെ പ്ലേസിൽ ആരാ വരേണ്ടത്? അത് ബി ആണ്, ബി എഴുതി. 1ന്റെ പ്ലേസിൽ ആരാ വരേണ്ടത്? എ ആണ് വരേണ്ടത്. 4ന്റെ പ്ലേസിൽ ആരാ വരേണ്ടത്? വീണ്ടും എ ആണ് വരേണ്ടത്. അപ്പോൾ 3ന്റെ പ്ലേസിൽ ആരാ വരേണ്ടത്? ബി ആണ് വരേണ്ടത്. അപ്പോൾ ആൻസർ എന്തുമായിരിക്കണം? BAAB. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? BAAB ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, സെറ്റായി. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഡാഷ് എണ്ണി നോക്കാം അല്ലേ? ഡാഷ് അല്ല, മൊത്തം എണ്ണി നോക്കാം. ANBC ആകുമ്പോൾ 4 വെച്ച് ആവാനാണ് സാധ്യത. 4 ലെറ്റർ ആണ് ഉള്ളത്. നോക്കാം. 1 2 3 4 5 6 7 8 9 11 12 13 14 14 ഉണ്ടോ? 14 വരാൻ സാധ്യതയില്ല. ഒന്നുകൂടെ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 അല്ലല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഡാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് മിക്കവാറും വിട്ടുപോയതാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് 16 ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 4 വെച്ച് നോക്കാം. 1 2 3 4 4 വെച്ച് 1 2 3 4 വെച്ച് 1 2 3 4 വെച്ച് 1 2 3 4 ഓക്കെ. ഇനി ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെയും 2 നോക്കിക്കേ. 2 നോക്കുമ്പോൾ ഇവിടെ 2A ആണ്, ഇവിടെ 2B ആണ്, ഇവിടെ 2C ആണ്. അപ്പോൾ അതല്ല ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ശരി, അപ്പോൾ നമുക്ക് മൊത്തം 15 എണ്ണേ ഉള്ളൂ. 15 എണ്ണം വെച്ച് തന്നെ നോക്കാം. 15 എണ്ണം വെച്ചാകുമ്പോൾ 5 എണ്ണം വെച്ച് നമുക്ക് സെറ്റ് ചെയ്തുകൂടെ? 5 × 3 5 വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 1 2 3 4 5 5 എണ്ണം വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 1 2 3 4 സെറ്റായി. നോക്കാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 നോക്കാം. എല്ലാത്തിനെയും 5B ആണോ? സെറ്റാണ്. എന്താണ്? എല്ലാത്തിനെയും 5B ആണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ പൊസിഷനിൽ ഇവിടെ ലെറ്റർ ഒന്നുമില്ല. ഒരു സ്ഥലത്തും എന്തില്ല, 2ൻ്റെ പൊസിഷനിൽ പ്രത്യേക ലെറ്റർ ഇല്ല. നമ്മൾ അതിനെ വിടുക. 2ൻ്റെ പൊസിഷൻ നമുക്ക് അറിയില്ല. ഓക്കെ. എന്നാൽ നമുക്ക് 4ാമത്തെ പൊസിഷൻ നമുക്കറിയാം, C ആണ്. 4ാമത്തത് C. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കേണ്ടത് 4 കിട്ടി. 1ൻ്റെ പൊസിഷൻ നമുക്കുണ്ട്, അത് A ആണ്. 1ൻ്റെ പൊസിഷൻ A ആണ്. അപ്പോൾ ഇവിടെയും എന്ത് വരണം? 1ൻ്റെ പൊസിഷൻ A വരണം. ആക്ച്വലി നമുക്ക് എല്ലാ സ്ഥലത്തും 2ൻ്റെ പൊസിഷൻ നിലവിൽ വേക്കൻ്റ് ആണ്, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2ൻ്റെ പൊസിഷൻ അങ്ങനെ തന്നെ ഇടാം. ഡാഷ് CA ഡാഷ്
എ ഡാഷ്. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെ ലെറ്റർ സി എ ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെ ലെറ്റർ സി എ വരുന്ന ഓപ്ഷൻ നോക്കാം. ഇത് മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇതല്ല, ഇതല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാഷിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഡാഷിൻ്റെ അടുത്ത് വരുന്നത് ഇവിടെ ബി ആണ്, ഇവിടെയും ബി ആണ്. ഇതെല്ലാം 2ൻ്റെ പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഏതായിരിക്കണം? ഓപ്ഷൻ എ ആയിരിക്കണം ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.